ഓക്കെ, നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം ചെറിയ ടോപ്പിക്കാണ്, എല്ലാ പരീക്ഷയ്ക്കും ആവശ്യമാണ്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറയണില്ല. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ എവിടെയാണ്? ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഗുരുവായൂർ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ആ ഒരു എന്താണ് അത് എന്തിനു വേണ്ടിയാണ് ഈ സത്യാഗ്രഹം നടന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണ്? ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം, അതായിരുന്നു എന്ത് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം, അതായത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റണം. അതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം, അതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ആരാണ് ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്? മീൻസ് ഏത് സംഘടനയാണ് നേതൃത്വം കൊടുത്തത്? KPCC എന്ന് കേട്ടിട്ടുണ്ടോ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അപ്പോ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? KPCC ആണ്. അപ്പോൾ INC എന്നത് എഴുതി വെക്കരുത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? KPCC ആണ്. KPCC. എടാ, ഈ ഗുരുവായൂർ ഏത് താലൂക്കിലായിരുന്നു? പൊന്നാനി താലൂക്കിലാണ്. ഗുരുവായൂർ ഏത് താലൂക്കിലാണ്? പൊന്നാനി താലൂക്കിലാണ്. അപ്പൊ എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂരിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിലാണ്, പൊന്നാനി താലൂക്കിലാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഏത് സംഘടന? KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. എന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയത്? പരീക്ഷയ്ക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് തുടങ്ങിയത്? 1931 നവംബർ 1. കേരള പിറവിയാണെന്ന് ഓർത്താൽ മതി. അപ്പൊ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം പഠിക്കാൻ നമ്മൾ ഉഗുനി എന്ന് പറഞ്ഞൊരു കോഡ് പഠിച്ചിട്ടുണ്ടോ? ഉഗുനി. ഉഗുനി 30, 31, 32. ഉപ്പ് സത്യാഗ്രഹം 30, ഗുരുവായൂർ സത്യാഗ്രഹം 31, നിവർത്തന പ്രക്ഷോഭം 32. അപ്പൊ ഉഗുനി 31, 30, 31, 32. അപ്പൊ അതില് രണ്ടാമത്തതായ എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം 31. 31 എന്ന് തുടങ്ങി? നവംബർ 1. അപ്പൊ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി 1931 KPCC എവിടെയാണ്? KPCCയിലെ വടകര സെഷൻ. അപ്പൊ KPCCക്ക് നമ്മൾ INC പോലുള്ള സെഷൻസ് ഉണ്ടല്ലോ. അപ്പൊ 31 ആ സെഷൻ എവിടെ വെച്ചാണ് നടന്നത്? വടകര സെഷനിലാണ്. അപ്പൊ ഈ വടകര സെഷനിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സെഷൻ ഏതാണ്? വടകര. അപ്പോൾ 1931 വടകര KPCC സെഷനിൽ വെച്ചിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു. ആരായിരുന്നു ഈ സെഷൻ, വടകര സെഷന്റെ അധ്യക്ഷൻ? ജയിൽ തന്നെ തുടങ്ങണം. JM സെൻഗുപ്ത. ആരാണ്? JM സെൻഗുപ്ത. JM സെൻഗുപ്ത. ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ 1931 KPCCയുടെ വടകര സെഷനിൽ വെച്ചിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ വടകര സെക്ഷനിലെ അധ്യക്ഷൻ പദവി വഹിച്ചത് ആരാണ്? JM സെൻഗുപ്ത. JM സെൻഗുപ്ത. ഓക്കെ അല്ലേ? അങ്ങനെ 1931 സെപ്റ്റംബർ 25 1931 സെപ്റ്റംബർ 25 ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. 1931 സെപ്റ്റംബർ 25 ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. എന്നാണ് തുടങ്ങിയത്? ഇതൊക്കെ കഴിഞ്ഞ് നവംബർ 1 തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുന്നേ 1931 സെപ്റ്റംബർ 25 ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഇനി മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ആരൊക്കെയായിരുന്നു നേതാക്കൾ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗുരുവായൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, പൊന്നാനി താലൂക്കിലാണ്. ഇനി നമുക്ക് ഇതിന്റെ പരമപ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയുള്ള സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിന് നേതൃത്വം നൽകിയ സംഘടന KPCC ആണ്. KPCCയുടെ 1931 വടകര സെഷനിൽ വെച്ചിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ 1931 സെപ്റ്റംബർ 25 ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. ഈ വടകര സെക്ഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? JM സെൻഗുപ്ത എന്ന് തുടങ്ങി 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. ഇനി ആരൊക്കെയാണ് നേതാക്കളെന്ന് ചോദിച്ചാൽ കേരള ഗാന്ധി K കേളപ്പനാണ് ഒന്നാമത്തെ ആള്. K കേളപ്പൻ ആരായിരുന്നു? സെക്രട്ടറി ആയിരുന്നു കേട്ടോ. അപ്പോ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? K കേളപ്പൻ.
ഓക്കെ. 1900 ഈ കെ കേളപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1932 എന്നാണ് 1932 സെപ്റ്റംബർ 21 മുതൽ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. 31 സെപ്റ്റംബർ 25 ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിച്ചത്. അത് കഴിഞ്ഞ് 1932 സെപ്റ്റംബർ 21 മുതൽ മരണം വരെ എന്ത് ചെയ്തു? നിരാഹാര സമരം ആരംഭിച്ചു. അങ്ങനെ 1932 സെപ്റ്റംബർ 21 തുടങ്ങിയത്. 32 തന്നെ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലേ. അപ്പൊ ഗാന്ധിജി തന്നെ എന്ത് ചെയ്തു? ഇടപെട്ട് ഈ ഒരു സത്യാഗ്രഹം അവസാനിപ്പിച്ചു? കേളപ്പൻ അവസാനിപ്പിച്ചു. അപ്പൊ നമ്മൾ നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആളിനെ കുറിച്ച് പറഞ്ഞു. ആരാണ്? കെ കേളപ്പൻ. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ എന്തായിരുന്നു? സെക്രട്ടറി. അപ്പൊ ഇദ്ദേഹം 1932 സെപ്റ്റംബർ 21 മുതൽ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ട് സത്യാഗ്രഹം എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ഓക്കെ അല്ലേ? 2 മന്നത്ത് പത്മനാഭൻ. അപ്പൊ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഒന്നാമത്തെ ആള് കെ കേളപ്പൻ സെക്രട്ടറി, രണ്ടാമത്തെ ആള് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ്. AKG വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് AKG. അതുപോലെ VT ഭട്ടതിരിപ്പാട്. ഈ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. എരിനടി തുമ്മാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു നേതാവാണ് VT ഭട്ടതിരിപ്പാട്. അപ്പോൾ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് ഒരു ഡയലോഗാണ്, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. അപ്പൊ നമ്മള് മൊത്തം 4 പേരെ പഠിച്ചു. സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. പിന്നെ VT ഭട്ടതിരിപ്പാട്. അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് ഡയലോഗാണ്, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ഇനി P കൃഷ്ണപിള്ള എന്തായിരുന്നു? മണിയടിച്ച അബ്രാഹ്മണൻ. അദ്ദേഹം പറഞ്ഞൊരു കിടിലൻ ഡയലോഗ് ഉണ്ട്. ഇലനക്കി നായർ. അതിന് മുന്നേ ഉണ്ട്. ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. അപ്പോ എന്താണ്? ആദ്യമായിട്ട് ക്ഷേത്രത്തില് മണി അടിക്കുന്ന ഒരു അബ്രാഹ്മണനാണ് ആര്? P കൃഷ്ണപിള്ള. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ്. എന്താണ്? ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കെ കേളപ്പൻ സെക്രട്ടറി, മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ്, AKG വോളണ്ടിയർ ക്യാപ്റ്റൻ, VT ഭട്ടതിരിപ്പാട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം, P കൃഷ്ണപിള്ള മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ. ഓക്കെ അല്ലേ? ഇനി PM കമലാവതി. ആരാണ്? PM കമലാവതി. AKG ആരായിരുന്നു? വോളണ്ടിയർ ക്യാപ്റ്റൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും. അപ്പൊ AKGയുടെ അറസ്റ്റിനെ തുടർന്ന് പിന്നീട് വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന പദവി വഹിച്ച ആളാണ് ആര്? PM കമലാവതി. അപ്പൊ അടുത്ത ആളാണ് ആര്? PM കമലാവതി. AKGയുടെ അറസ്റ്റിനെ തുടർന്ന് എന്ത് ചെയ്തു? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് ചുമതലയെടുത്ത വ്യക്തിയാണ് PM കമലാവതി. അടുത്ത T സുബ്രഹ്മണ്യൻ തിരുമുൻപ്. പാടുന്ന പടവളം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോ T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അതായത് അദ്ദേഹം പയ്യന്നൂർ മുതൽ ഗുരുവായൂർ വരെ എന്ത് ചെയ്തു? ജാഥ നയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പയ്യന്നൂർ മുതൽ ഗുരുവായൂർ വരെ ജാഥ നയിച്ച വ്യക്തിയാണ് ആര്? T സുബ്രഹ്മണ്യൻ തിരുമുൻപ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് പാടുന്ന പടവ. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് അറിയാമോ അദ്ദേഹത്തിന്? EMS ആണ് കേട്ടോ. അപ്പോ പാടുന്ന പടവാളെന്ന് T സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? EMS ആണ്. അപ്പൊ നമ്മുടെ ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഈ T സുബ്രഹ്മണ്യൻ തിരുമുൻപ്. അദ്ദേഹം എന്ത് ചെയ്തു? പയ്യന്നൂർ മുതൽ ഗുരുവായൂർ വരെ ജാഥ നയിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഒരു നേതാവുണ്ട്, ആര്യാപ്പള്ളം. ആരാണ്? ആര്യാപ്പള്ളം. ഇനി എന്നാണ് സത്യാഗ്രഹം അവസാനിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേളപ്പൻ എന്നാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്? ഗാന്ധി ജയന്തിക്കല്ലേ? 32 ഒക്ടോബർ 2. 32 ഒക്ടോബർ 2 എന്ത് ചെയ്തു? സത്യാഗ്രഹം അവസാനിച്ചത്. അങ്ങനെ തന്നെ അങ്ങ് പഠിക്കുക. അപ്പോൾ നമ്മുടെ 1932 സെപ്റ്റംബർ 21 തുടങ്ങിയ സത്യാഗ്രഹം ഗാന്ധിജി ഇടപെട്ട് ഒരു ഗാന്ധി ജയന്തി ഒക്ടോബർ 2 അവസാനിപ്പിച്ചു. അന്ന് തന്നെയാണ് സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ഗുരുവായൂർ പ്രസംഗം ഉണ്ട് കേട്ടോ. നടത്തിയ ആരാണെന്ന് അറിയാമോ? വാഗ്ഭടാനന്ദനാണ്. ഗുരുവായൂർ പ്രസംഗം നടത്തിയ ആരാണ്? വാഗ്ഭടാനന്ദൻ. ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് C രാജഗോപാലാചാരിയാണ്. ആരാണ്? C രാജഗോപാലാചാരിയാണ് എന്തിന്? ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്.
അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളേട്ടാ, ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ചാണ്. ഗുരുവായൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, പൊന്നാനി താലൂക്കിലാണ്. എന്താണ് സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കുക. ഇതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇനി ഇതിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. 1931 KPCC സെഷനിൽ വെച്ചിട്ട് വടകരയാണ് സെഷൻ നടന്നത്. ഈ സെഷനിൽ വെച്ചിട്ടാണ് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? JM സെൻഗുപ്തയാണ്. ഈ സമ്മേളനത്തിൽ തന്നെ 1931 സെപ്റ്റംബർ 25 ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഇനി നമ്മുടെ നേതാക്കൾ ഒരു കഥയിലൂടെ പറയാം. സത്യാഗ്രഹം ആരംഭിച്ചു, അങ്ങനെ 1932 32 സെപ്റ്റംബർ 21 മുതൽ നമ്മുടെ കേളപ്പൻ, മെയിനായിട്ടുള്ള നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി എന്നറിയപ്പെടുന്ന കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. അവസാനം ഒക്ടോബർ 1932 ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ട് സത്യാഗ്രഹം അവസാനിച്ചു. ഈ ഡേറ്റ് തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ച ഡേറ്റ് ആയിട്ടും കണക്കാക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ആളാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. അടുത്ത AKG, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അടുത്ത ഓൾ ഇന്ത്യ ക്യാപ്റ്റനായിട്ട് വരുന്ന വ്യക്തിയാണ് PM കമലാവതി. ഇപ്പോൾ PM കമലാവതി. പിന്നെ VT ഭട്ടതിരിപ്പാട് സത്യാഗ്രഹം ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കിടിലൻ ഡയലോഗ് ഉണ്ട്, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. അതുപോലെ അടുത്ത ആളാണ് P കൃഷ്ണപിള്ള. കൃഷ്ണപിള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് ആര്? P കൃഷ്ണപിള്ള. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അങ്ങനെ നമ്മൾ റാങ്ക് ഫലൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഒന്നും ചോദിക്കൂല. എന്താണ്? ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ്. പിന്നെ T സുബ്രഹ്മണ്യൻ തിരുമുൻപ്. അദ്ദേഹത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പയ്യന്നൂർ മുതൽ ഗുരുവായൂർ വരെ ജാഥ നയിച്ച വ്യക്തിയാണ് T സുബ്രഹ്മണ്യൻ തിരുമുൻപ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, പാടുന്ന പടവാൾ. അപ്പോൾ പാടുന്ന പടവാളാണ് T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? EMS ആണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാടാണ് പാടുന്ന പടവാളെന്ന് T സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ വിശേഷിപ്പിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു ആര്യപ്പള്ളവും ഇതിൻ്റെ ഒരു നേതാവായിരുന്നു. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗുരുവായൂർ പ്രസംഗം നടത്തിയ ആളാണ് വാഗ്ഭടാനന്ദൻ. പിന്നെ ജനഹിത പരിശോധന നടത്തിയത് ആരാണ്? C രാജഗോപാലാചാരി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സിമ്പിൾ ടോപ്പിക്കാണ്. 2 പ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പക്കയാവും. ഓക്കെ, ബൈ.